السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ആദർശപരമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ലായിരുന്നുവെങ്കിലും ഏത് രംഗത്തും തന്റെ ദൗത്യത്തിന്റെ മുമ്പിൽ താങ്ങും തണലുമായി നിന്ന പിതൃവ്യനായ അബൂ താലിബിന്റെ മരണം, അതുപോലെ തന്നെ ആദർശത്തിലും വീട്ടിലും പുറത്തുമെല്ലാം തനിക്കേറെ ആശ്വാസം പകർന്ന പ്രിയപ്പെട്ട ഭാര്യ, സത്യവിശ്വാസികളുടെ മുഴുവൻ ഉമ്മയുമായ ഖദീജ റളിയല്ലാഹു അൻഹായുടെ മരണം, ഈ രണ്ട് മരണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിൽ വല്ലാത്ത വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വർഷം ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്ന് അറിയപ്പെട്ടു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേരെയുള്ള, ഇസ്ലാമിന് നേരെയുള്ള മർദ്ദനങ്ങളും പീഡനങ്ങളും ഉപദ്രവങ്ങളും കൂടും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. കാരണം അവിടുത്തെ പല കാര്യത്തിലും ദ്രോഹിക്കാനും ഉപദ്രവിക്കാനും പ്രയാസപ്പെടുത്താനും വരുന്ന ആളുകളുടെ മുമ്പിൽ എന്നും പ്രതിരോധമായി ഉറച്ചു നിന്ന വ്യക്തിത്വമായിരുന്നു, മുസ്ലിം ആയിട്ടില്ലെങ്കിലും, അബൂ താലിബ്. ആ അബൂ താലിബിന്റെ വിയോഗം ശത്രുക്കളെ അവരുടെ മനസ്സിൽ അല്പം ധീരത പകരുകയാണ്. ഇനി മുഹമ്മദിനെ പ്രതിരോധിക്കാൻ ആളില്ലെന്ന ഒരു വിചാരം അവരുടെ മനസ്സിൽ കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദഅവത്തിന്റെ മുമ്പിൽ അവിടുന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രബോധനങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഉപദ്രവങ്ങളും പ്രയാസങ്ങളും വിഘാതങ്ങളും തടസ്സങ്ങളും ഉണ്ടാക്കാൻ ഖുറൈശി മുശ്രിക്കുകൾ ധാർഷ്ട്യം കാണിച്ചു എന്നതാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിനെ ഏറെ വിഷമിപ്പിക്കുകയും ചെയ്തു. തനിക്ക് താങ്ങും തണലുമായിരുന്നയാൾ നഷ്ടപ്പെട്ടപ്പോൾ ആ അവസരം ശത്രുക്കൾ മുതലെടുത്തുകൊണ്ട് തനിക്കെതിരെ, ഇസ്ലാമിനെതിരെ, തന്റെ അനുചരന്മാർക്കെതിരെ, ഇസ്ലാമിക ദഅവത്തിനെതിരെ മുശ്രിക്കുകൾ, ശത്രുക്കൾ അവർക്കാവുന്ന വിധത്തിലുള്ള പരിശ്രമങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതറിയില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുതിയ ദൗത്യത്തിന് അവിടുന്ന് തുടക്കം കുറിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഉണ്ടായത്. ഇത്രത്തോളം പ്രയാസം നിറഞ്ഞ ഈ മക്ക വിട്ടുകൊണ്ട് ഒരൽപ്പം ദൂരെയുള്ള സ്ഥലത്തേക്കൊന്ന് പോയാൽ, അവിടെയുള്ള ആളുകൾക്ക് ഇസ്ലാമിനെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ മക്കക്കാരെ പോലെ ഏതായാലും ആവില്ല എന്ന പ്രതീക്ഷയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കയിൽ നിന്ന് അല്പം ദൂരെയുള്ള ത്വായിഫിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ദഅവത്തിന് പുറപ്പെടുകയാണ്. ഈ സന്ദർഭത്തിൽ അവിടെ പോയാൽ തന്റെ കുടുംബങ്ങൾ അവിടെയുണ്ട്, അതുപോലെ തന്നെ പല രൂപത്തിലുള്ള പ്രമുഖന്മാരായ ആളുകളും അവിടെയുണ്ട്. അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്താം, അള്ളാഹുവിനെ പരിചയപ്പെടുത്താം, അവരുടെ പരലോക മോക്ഷത്തെ സംബന്ധിച്ച് അവരോട് സംസാരിച്ചു നോക്കാം. അവിടെ നിന്ന് തനിക്കൊരു പക്ഷേ ഇവിടെ കിട്ടാത്ത ഒരു
അല്പം ഫലം, ഒരു പ്രതീക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിൽ ഉണ്ടായി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദ് ബിൻ ഹാരിസ എന്ന തന്റെ വളർത്തുപുത്രനെയും കൂട്ടി ഒരു വാഹനമൊന്നും ഏർപ്പാടാക്കാതെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്നുപോയി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. വാഹനപ്പുറത്തൊക്കെ പോയാൽ ശത്രുക്കൾ മനസ്സിലാക്കും ഇത് എവിടേക്കോ രക്ഷപ്പെടാനുള്ള വഴിയാണ്. അതുകൊണ്ട് യാത്രാ ഒരുക്കങ്ങളും ആളെ കൂടുതൽ കൂട്ടിയതൊന്നുമില്ല. കേവലം അവിടുന്ന് നടന്നുകൊണ്ട് ത്വായിഫിലേക്ക് യാത്ര പോവുകയാണ്, നടന്നു പോവുകയാണ്. ആരും സംശയിക്കില്ലല്ലോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രതീക്ഷയോടെയാണ് ത്വായിഫിലെത്തിയത്. അവിടെയുള്ള പ്രമുഖ ഗോത്രമായ സഖീഫ് ഗോത്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിലുള്ള പ്രമുഖരുമായി ഒന്ന് സംസാരിക്കണം, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം എന്ന വലിയ മോഹവുമായി കൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് എത്തി. പക്ഷേ നാം ഏവരും ചരിത്രത്തിൽ ഗ്രഹിച്ചതുപോലെ ത്വായിഫിൽ നിന്നുണ്ടായ പ്രതികരണം വളരെയേറെ വേദനിപ്പിക്കുന്ന പ്രതികരണമായിരുന്നു. ത്വായിഫിലെ പ്രമുഖരായ ആളുകളോട്, ആ സഖീഫ് ഗോത്രത്തിലെ പ്രമുഖരായ പല ആളുകളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് മോശമായ പ്രതികരണം അവർ നേരിട്ട് നടത്തിയെന്നു മാത്രമല്ല, അവിടെയുണ്ടായിരുന്ന തെണ്ടി കുട്ടികളെ വിട്ട് അങ്ങാടിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൂകി വിളിപ്പിച്ച് അപമാനിച്ച് കല്ലുകൾ കൊണ്ടവിടുത്തെ ശരീരത്തിലേക്ക് ഏറ് നിർവഹിച്ച് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവർ ആ നാട്ടിൽ നിന്ന് എറിഞ്ഞോടിക്കുകയായിരുന്നു. ആ സന്ദർഭത്തിലുണ്ടായ എത്രത്തോളമാണ് അവിടുന്ന് സഹിച്ച ത്യാഗമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ കുറെ കാലത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു, ഹൽ അതാ അലൈക യൗമുൻ കാന അശദ്ദ മിൻ യൗമി ഉഹുദിൻ. ഉഹദ് യുദ്ധത്തിന്റെ ദിവസം. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു, മദീനയിലെ ഹിജ്റയും കഴിഞ്ഞു, ഉഹദ് യുദ്ധമൊക്കെ കഴിഞ്ഞു, കുറെ കാലം കഴിഞ്ഞിട്ട് ആയിഷ ഉമ്മ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരിക്കൽ ചോദിക്കുകയാണ്, ഹൽ അതാ അലൈക യൗമുൻ കാന അശദ്ദ മിൻ യൗമി ഉഹുദിൻ. ഉഹദ് യുദ്ധത്തിന്റെ ദിവസം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രയാസത്തെക്കാൾ മറ്റേതെങ്കിലും പ്രയാസം താങ്കൾക്കുണ്ടായിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും ദിവസം താങ്കൾ ഇത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടോ? ഉഹദ് യുദ്ധത്തിൽ എന്തൊക്കെ ഉണ്ടായി എന്ന് നമുക്കറിയാം. ശത്രുക്കൾ തയ്യാറാക്കിയിട്ടുള്ള വാരിക്കുഴിയിൽ, ചതിക്കുഴിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണു എന്ന് നമുക്കറിയാം. അവിടുത്തെ മുൻപല്ലുകൾ പൊട്ടി രക്തമൊഴുകി എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നെറ്റിത്തടത്തിൽ രക്തം പൊടിഞ്ഞു, രക്തം ഒഴുകി എന്ന് നമുക്കറിയാം. ഒരുപാട് പ്രയാസങ്ങൾ മാനസികമായും അവിടുത്തേക്കുണ്ടായിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള ആളുകൾ, വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത ആളുകൾ, കൃത്യമായി ആദർശം മനസ്സിലില്ലാത്ത ആളുകൾ, അതേ ത്യാഗത്തിന്റെ സമയം വരുമ്പോ പിന്മാറുമെന്നത് ഉറപ്പാണല്ലോ. അതാണല്ലോ ഉഹദ് യുദ്ധത്തിൽ കണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെയാണെന്ന് വിചാരിച്ചിരുന്ന ആളുകളതാ കൃത്യമായി ആദർശം ഗ്രഹിക്കാതെ കൂടെ കൂടിയപ്പോൾ, അതവരുടെ മനസ്സിൽ കയറാതെ നബിതങ്ങളുടെ കൂടെ കൂടികളായി മാറിയപ്പോൾ, ഒരു സന്നിഗ്ധ ഘട്ടത്തിലെത്തിയപ്പോൾ അവരുടെ ഈമാൻ അവർക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കാതെ അവർ പിന്തിരിഞ്ഞു പോയി. അങ്ങനെ ബാക്കിയുള്ള ആളുകളെയും കൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധക്കളത്തിലേക്ക് പോകേണ്ടി വന്നത്. അതവിടുത്തെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. യുദ്ധരംഗത്തും ഒരുപാട് വേദനകൾ ഉണ്ടായി, ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായ ഒരു യുദ്ധമായിരുന്നു മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉഹദ് യുദ്ധം. എല്ലാവരും പ്രവാചകനെ കൈയൊഴിച്ചുകൊണ്ട് ഓടിപ്പോയപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന കിംവദന്തി വരെ യുദ്ധക്കളത്തിൽ പടർത്താനും തന്റെ കീഴിലുള്ള അനുയായികൾ ഛിന്ന ഭിന്നമായി നാനാദിക്കുകളിലേക്ക് ഓടിപ്പോകാനും ശത്രുക്കൾക്ക് ആ അവസരം മുതലെടുത്തുകൊണ്ട് അറ്റാക്ക് ചെയ്യാനും ഒരുപാട് തന്റെ അനുചരന്മാര് ഷഹീദുകളാവാനും നിമിത്തമായ ദുഃഖകരമായ യുദ്ധമായിരുന്നുവല്ലോ ഉഹദ്.
ആ സംഭവത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് മഹദി നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു റസൂലുള്ളാഹിനോട്, ഉഹദ് യുദ്ധത്തിലെ പ്രയാസങ്ങൾ തന്നെ നന്നായി നിങ്ങൾക്കറിയാം, അതിനേക്കാളും പ്രയാസം തോന്നിയ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ നബിയേ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, ലഖദ് ലഖീതു മിൻ ഖൗമികി മാ ലഖീതു വകാന അശദ്ദ മാ ലഖീതു മിൻഹും യൗമൽ അഖബ. അതെ, നിന്റെ സമുദായം അഥവാ ഖുറൈശി മക്കളിൽ നിന്ന് എനിക്കൊരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് മക്ക ജീവിത കാലഘട്ടത്തിൽ. അതിലേറ്റവും ഞാൻ പ്രയാസം സഹിച്ച ദിവസമാണ് ത്വായിഫിലേക്ക് പോയ ദിവസം. ഇത് അറൽതു നഫ്സി, ഞാൻ എന്നെ തന്നെ അവിടെ അവരുടെ മുമ്പിൽ പ്രകടമാക്കിയിട്ട് അവരിലെ പ്രമുഖനായ ഇബ്നു അബ്ദി അലി ഇബ്നു അബ്ദി കുലാലിൻ സഖീഫ് ഗോത്രത്തിലെ പ്രമുഖനായ നേതാവിന്റെ അടുക്കൽ ചെന്നിട്ട് ഞാൻ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അവരിൽ പല നേതാക്കന്മാരെയും ഞാൻ വ്യക്തിപരമായി കണ്ടു. അവരോടൊക്കെ ഞാൻ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയപ്പോൾ ഫലം യുജിബിനി ഇലാ മാറത്തു, ഞാൻ ഉദ്ദേശിച്ചതിലേക്ക് അവർ മറുപടി നൽകിയില്ല. ഫന്തലഖ്തു വഅന മഹ്മൂം, ഞാൻ വളരെ ദുഃഖിതനായിക്കൊണ്ട് ഞാൻ തിരിച്ചു പോന്നു. അവിടെ നിന്നുണ്ടായ അക്രമങ്ങളും പ്രയാസങ്ങളും എത്രത്തോളം ഫലം അസ്തഫിഖ് ഇല്ലാ വഅന ബിഖർനി സാലിബ്, മക്കയുടെയും തായിഫിന്റെയും ഇടക്കുള്ള ഒരു പ്രദേശത്ത് കർണുസാലിബിലെത്തിയപ്പോഴാണ് എനിക്ക് ശരിക്കും ഒരു സ്ഥലകാല ബോധം വന്നത്. എത്രത്തോളം ആ പ്രയാസം മാനസികമായും ശാരീരികമായും ശത്രുക്കൾ ഉപദ്രവിച്ചു. ആ സമയത്ത് ഞാൻ വല്ലാതെ വേദനിച്ചു. എന്റെ ശരീരം വേദനിക്കുന്നു, മനസ്സ് വേദനിക്കുന്നു. കാരണം എന്താ? മക്കയിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിന്നാണ് തായിഫിലൊന്ന് പോയി നോക്കിയത്. അതെ, അവിടെ ചെന്ന് നോക്കുമ്പോ മക്കയിലുള്ളതിനേക്കാൾ പീഡനമാണ്, പ്രയാസമാണ്. ഇനി എന്ത് ചെയ്യും എന്ന ആ മാനസികവും ശാരീരികവുമായ വേദന സഹിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ തല ഉയർത്തിയപ്പോൾ ഫൈദാ അന ബിസഹാബത്തിൻ, ഒരു മേഘമുണ്ട്. ഖദ് അളല്ലത്തിനി, എനിക്കിങ്ങനെ തണലിടുന്നു. ഞാൻ വിശ്രമിക്കാനിരിക്കുന്നതിന് മുകളിൽ ഒരു മേഘമുണ്ട്, എനിക്ക് തണലിൽ നിൽക്കുന്നു. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം ഈ സംഭവം. ഫനളർത്തു, അപ്പോൾ ഞാൻ ആ മേഘക്കൂടയിലേക്ക് നോക്കി. ഞാൻ ആ മേഘക്കീറുകളിലേക്ക് നോക്കിയപ്പോൾ ഫഇദാ ഫിയാ ജിബ്രീൽ, അവിടെ ജിബ്രീൽ ഉണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ട്. ഫനാദാനി, എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, താങ്കളുടെ ജനത താങ്കളോട് നൽകിയ ഉത്തരം എന്താണെന്ന് അല്ലാഹ് കേട്ടിട്ടുണ്ട്. നിങ്ങൾ ജനങ്ങളോട് എന്താ ക്ഷണിച്ചത്? ആ ത്വായിഫുകാർ നിങ്ങളോട് എന്താ മറുപടി പറഞ്ഞത്? നിങ്ങൾക്കുണ്ടായ ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങളും അല്ലാഹ് അറിഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതാ മലക്കുൽ ജിബാലിനെ താങ്കളുടെ അടുത്തേക്ക് ഇതാ അല്ലാഹ് അയക്കുന്നു. പർവ്വതങ്ങളുടെ നോട്ടം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കാണ് മലക്കുൽ ജിബാൽ. പർവ്വതങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾക്ക് വ്യത്യസ്ത ഡ്യൂട്ടിയാണല്ലോ. അള്ളാഹുവിന്റെ മലക്കുകൾക്ക് വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങളാണല്ലോ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ പർവ്വതങ്ങളുടെ കാര്യം നോക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള മലക്കുകളുണ്ട്, ആ മലക്കുൽ ജിബാൽ. ആ മലക്കുൽ ജിബാലിന്റെ നേതാവിനെ അല്ലാഹ് ഇതാ താങ്കളുടെ അടുത്തേക്ക് ഇതാ പറഞ്ഞയച്ചു കഴിഞ്ഞു. ലിതഅ്മുറഹു ബിമാ ശിഅത ഫീഹിം, എന്താണോ താങ്കൾ ഇവരുടെ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതങ്ങ് മലക്കിനോട് നിങ്ങളങ്ങ് കൽപ്പിച്ചാൽ മതി, ഉടൻ നടത്തിക്കോളൂ. എന്താ വേണ്ടെങ്കിൽ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് ജിബ്രീൽ എന്നോട് പറഞ്ഞു തീരുമ്പോഴേക്ക് ഫനാദാനി മലക്കുൽ ജിബാൽ, മലക്കുൽ ജിബാൽ എന്നെ അതാ വിളിക്കുന്നു. ഫസല്ലമ അലയ്യ, എനിക്ക് സലാം ചൊല്ലി. മലക്കുൽ ജിബാൽ എനിക്ക് സലാം ചൊല്ലിയിട്ട് തുമ്മ ഖാല, എന്നോട് പറഞ്ഞു, യാ മുഹമ്മദ്, ഓ മുഹമ്മദേ, ഖാല ദാലിക ഫീമാ ശിഅത ഇൻ ശിഅത അൻ നത്ബിഖ അലൈഹിമുൽ അഖ്ശബൈൻ, മക്കയെ വലയം ചെയ്തുകൊണ്ട് നിൽക്കുന്ന വലിയ രണ്ട് പർവ്വതങ്ങൾ, ആ രണ്ട് പർവ്വതങ്ങളെയും ത്വായിഫിലെ താങ്കളെ ഉപദ്രവിച്ച ജനങ്ങളുടെ മീതെ മലർത്തിയടിക്കാൻ
നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങളൊന്ന് മൂളിയാൽ മതി, നിങ്ങളൊന്ന് ഓർഡറിട്ടാൽ മതി. ഈ രാജ്യക്കാരെ ഈ രണ്ട് മലകളും കൂടെ കൂട്ടിയിടിപ്പിച്ചവരെ അതിന്റെ ഉള്ളിലാക്കി നശിപ്പിക്കാനുള്ള അള്ളാഹുവിന്റെ ഓർഡറുമായിട്ടാ വന്നിട്ടുള്ളത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അള്ളാഹ് അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. താങ്കൾ അത് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ രണ്ട് വൻ പർവ്വതങ്ങളെയും തായിഫുകാരുടെ മേൽ ഞാൻ മലർത്തി അടിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉണ്ടായ വിഷമത്തിന്റെ കടുപ്പാണ്. അത്രത്തോളം ചെയ്യാൻ മാത്രം ജനങ്ങൾ ഉപദ്രവിച്ചു, മാനസികമായി ഉപദ്രവിച്ചു, ശാരീരികമായി ഉപദ്രവിച്ചു, വളരെ പ്രയാസം സഹിച്ചു. പ്രവാചകൻ ഓടിപ്പോരേണ്ടി വന്നു. വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു മനുഷ്യനോട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നിയോഗിതനായ മലക്കാ ചോദിക്കുന്നത്, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊന്ന് സമ്മതം തന്നാൽ ഈ നാട്ടുകാർ മുഴുവൻ ഈ രണ്ട് ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ എടുത്ത് അവരുടെ മീതെ ഇട്ടുകൊണ്ട് നശിപ്പിച്ചോളാം. കാരുണ്യത്തിന്റെ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റഹ്മത്തുൽ ലിൽ ആലമീനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ മറുപടി കൊടുക്കുന്നത്? വേണ്ട, വേണ്ട, എന്നെ ഉപദ്രവിച്ചവരെ ശിക്ഷിക്കണ്ട, അവരെ നശിപ്പിക്കണ്ട. അവരിപ്പോ അങ്ങ് നശിപ്പിച്ചാൽ പിന്നെ അവരാരും ബാക്കിയാവില്ലല്ലോ, എല്ലാവരും അങ്ങ് നശിച്ചു പോകില്ലേ? ഞാൻ ഉദ്ദേശിക്കുന്നത് ബല്ലർജൂ, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു, അൻഖുരിജല്ലാഹു മിൻ അസ്ലാബിഹിം, ഇവരല്ലെങ്കിൽ ഇവരുടെ മുതുകുകളിൽ നിന്ന് അല്ലാഹ് ഒരു സമുദായത്തെ കൊണ്ടുവരണം. ഇവരുടെ മുതുകുകളിൽ നിന്ന് ജനിക്കാൻ പോകുന്ന മക്കൾ അവരായിത്തീരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മൻ യഅ്ബുദുല്ലാഹ വഹ്ദഹു ലാ യുശ്രികു ബിഹി ശൈആ, അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ അവനെ മാത്രം ആരാധിക്കുന്ന ഒരു സമുദായം, അവനെ മാത്രം ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ഇവരുടെ മുതുകുകളിൽ നിന്ന് അല്ലാഹ് പുറപ്പെടുവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഇവരെ കുറിച്ച് പ്രതീക്ഷയില്ലെങ്കിലും ഇവരുടെ വരും തലമുറയെങ്കിലും തൗഹീദുള്ള ആളുകളായി മാറാൻ ഇവരിവിടെ ബാക്കിയാവണം. അതുകൊണ്ട് അവരെ തകർക്കല്ല, അവരുടെ മേൽ മലയെ ആപതിപ്പിച്ചുകൊണ്ട് നശിപ്പിക്കല്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോഴും പ്രതീക്ഷ എന്താ? തന്റെ കാല് എറിഞ്ഞോടിച്ച, തന്റെ കാലിൽ വേദനിപ്പിച്ച, എറിഞ്ഞുപദ്രവിച്ച, കൂക്കി വിളിച്ച, എല്ലാ തമ്മാടിത്തങ്ങളും ചെയ്ത, ഉപദ്രവിച്ച ആ സമയത്തും വല്ലാത്തൊരു സഹനം, വല്ലാത്തൊരു ക്ഷമ, വല്ലാത്തൊരു വിശാലമായ മനസ്കത. ആ മനസ്സ് അപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താ? ഇവരിൽ നിന്ന് നല്ലവരുണ്ടായെങ്കിലോ, ഇവരിപ്പാണ് നശിച്ചുപോയ പിന്നെ എല്ലാം കഴിഞ്ഞില്ലേ? അതുകൊണ്ട് അവരിൽ നിന്നൊരു നല്ലവരായ ഒരു സമൂഹം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കാത്ത ഒരു തലമുറ അവരുടെ മക്കളിൽ നിന്ന് ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രതീക്ഷ പോലെ ത്വായിഫിൽ നിന്ന് ഒട്ടേറെ ആളുകളാണ് പിന്നീടുണ്ടായ തലമുറയിൽ ഇസ്ലാമിക പ്രബോധന രംഗത്ത് സജീവമായി മാറിയ ഒരുപാട് ആളുകൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും ഏറെ സഹിച്ചു, ക്ഷമിച്ചു. അങ്ങനെ വേദനാജനകമായ ഒരു അനുഭവത്തോടെ ത്വായിഫിൽ നിന്ന് മടങ്ങി വന്നു. ആ വിഷമത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയാണ്. അങ്ങനെയുള്ള അവസരത്തിലാണ് അവിടുത്തെ ജീവിതത്തിൽ അവിടുത്തേക്ക് ആശ്വാസം പകർന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അത്ഭുതകരമായ യാത്രയുണ്ടാകുന്നത്. ഈ ത്വായിഫ് യാത്ര കഴിഞ്ഞ് മടങ്ങി ആ വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ പദവിയും സ്ഥാനവും ഒക്കെ അള്ളാഹു അത്യുന്നതമായി ഉയർത്തിക്കൊണ്ട്, ഈ ഭൂമിയിലുള്ള ആളുകൾക്ക് താങ്കളെ വേണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ എനിക്ക് വേണം, ഞാൻ താങ്കളെ കൈവടിഞ്ഞിട്ടില്ല. അത്യുന്നതമായ പടച്ച റബ്ബിന്റെ തിരുഹളറത്തിലേക്ക് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹ് ക്ഷണിക്കുകയാണ്. ഇസ്റാഉം മിഅ്റാജും എന്ന യാത്ര ഈ ത്വായിഫ് യാത്രക്ക് ശേഷമാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉണ്ടാകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും അഭൂതപൂർവമായ ഒരു മുഅ്ജിസത്തായിരുന്നു ഇത്. പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തുകളിലും ധാരാളമായി രേഖപ്പെട്ട് കിടക്കുന്ന യാത്ര ഇസ്റാഉം മിഅ്റാജും. പരിശുദ്ധ ഖുർആനിൽ ആ പേരിൽ തന്നെ ഒരു അധ്യായമുണ്ട്, സൂറത്തുൽ ഇസ്റാ. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി
ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹു തആല ആ യാത്രയെ സംബന്ധിച്ച് പറയാണ്, സുബ്ഹാനല്ലദീ, ഒരുവൻ മഹാപരിശുദ്ധൻ. ആരാണവൻ? അസ്റാ ബി അബ്ദിഹി, തന്റെ അടിമയെ കൊണ്ട് ലൈലൻ, രാപ്രയാണം ചെയ്യിച്ചവൻ, രാത്രിയിൽ സഞ്ചരിപ്പിച്ച അല്ലാഹ് എത്ര പരിശുദ്ധനാണ്. മിനൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇലൽ മസ്ജിദിൽ അഖ്സാ, അങ്ങേയറ്റത്തെ പള്ളി അഥവാ ബൈത്തുൽ മുഖദ്ദസിലേക്ക്, മസ്ജിദുൽ അഖ്സയിലേക്ക്. അല്ലദീ, അങ്ങനത്തെ മസ്ജിദുൽ അഖ്സയാണ്. ബാറക്നാ ഹൗലഹു, അതിന്റെ പരിസരം മുഴുവൻ നാം വൃക്ഷലതാദികളാലും കായ്ക്കനികളാലും കൃഷികളാലുമൊക്കെ നദികളാലുമൊക്കെ അനുഗ്രഹിച്ചിട്ടുള്ള പ്രദേശമാണ്. ആ സ്ഥലത്തേക്ക് യാത്രയാണം ചെയ്യിച്ചു റബ്ബ്. ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ചില അത്ഭുതകരങ്ങളായ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് നാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, നിശ്ചയമായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാകുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ യാത്ര ചെയ്യിച്ച അഭൂതപൂർവമായ വളരെയേറെ മാനുഷികതകളാൽ തിളങ്ങി നിൽക്കുന്ന ഒരു യാത്രയായിരുന്നു ഇസ്രാ. ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്നതിന്റെ മുമ്പേ, അവിടെ നിന്ന് സ്ഥാനാരോഹണം നടക്കപ്പെടുന്നതിന്റെ മുമ്പേ ആ യാത്രക്കാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. മിഅ്റാജ് കയറിപ്പോകൽ, കോണി കയറിപ്പോകൽ ആണ് മിഅ്റാജ്. അപ്പൊ ആ യാത്രക്ക് മുമ്പേ അതിന് വേണ്ട രൂപത്തിൽ ഒരു മനുഷ്യൻ അങ്ങനെ കഴിയില്ല. ആ മനുഷ്യനിൽ ചില അഭൂതപൂർവമായ മാറ്റങ്ങൾ ഉണ്ടാകണം. ആ യാത്രയെ നേരിടാനും പോകാനും കഴിയാനും ഒക്കെ മാനസികമായും ശാരീരികമായൊക്കെയുള്ള കരുത്ത് വേണ്ടേ? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ യാത്രക്ക് മുമ്പേ അവിടുന്ന് പറയാണ്, ഞാൻ മക്കയിലായിരിക്കുന്ന അവസരത്തിൽ അതേ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. യാത്രക്ക് മുന്നോടിയായിക്കൊണ്ട് എന്റെ നെഞ്ച് കീറി. എന്നിട്ട് സംസം ജലം കൊണ്ട് എന്റെ ഖൽബ് അതേ കഴുകി, എന്റെ ഹൃദയം കഴുകി, എന്റെ നെഞ്ച് കഴുകി സംസം വെള്ളം കൊണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ മുമ്പും ഒരു പ്രത്യേകമായ ശഖ്ഖുസ് സദ്ർ ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. ഹലീമത്തു സഅദിയ എന്ന മുലയൂട്ടുന്ന മാതാവിന്റെ കീഴിൽ പരിചരണത്തിലായിരിക്കുന്ന കാലഘട്ടത്തിൽ, കേവലം 4 വയസ്സ് മാത്രം പ്രായമുള്ള ഘട്ടത്തിൽ മഹാനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുകാരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നുണ്ടായ ഒരു ഓപ്പറേഷൻ. സഹീഹ് മുസ്ലിമിൽ നമ്മളത് അന്ന് ആ ചരിത്രം ഉദ്ധരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇത് 2ാമത്തെ ഓപ്പറേഷൻ. ഇത് യാത്രക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ ഒരു അവസ്ഥ സൃഷ്ടിക്കാനുള്ള അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു തീരുമാനം. നമുക്കതിന്റെ യുക്തി അറിഞ്ഞുകൂടാ. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന, എന്റെ നെഞ്ച് കീറി സംസം വെള്ളം കൊണ്ട് കഴുകി. സുമ്മ ജാഅ ബിതസ്തിൻ മിൻ ദഹബിൻ, പിന്നീട് ഒരു സ്വർണ്ണത്താലം കൊണ്ടുവന്നു ജിബ്രീൽ. പിന്നീട് ഒരു സ്വർണ്ണത്തളികയുമായി വന്നു. ആ സ്വർണ്ണത്തളികയിൽ മുംതലിൻ ഹിക്മത്തൻ വഈമാന, അതിൽ നിറച്ചു വെച്ചിട്ടുള്ളത് ഹിക്മത്തും ഈമാനുമാകുന്നു. എന്താ ഹിക്മത്തും ഈമാനും ഒക്കെ എങ്ങനെ നിറക്കുക? അത് അള്ളാഹ് പറയാൻ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. അത് കാണാൻ പറ്റുന്ന ഒരു സാധനമല്ലല്ലോ ഈമാന്, കാണാൻ പറ്റുന്ന സാധനമല്ലല്ലോ ഹിക്മത്ത്. അപ്പൊ എന്തായാലും നിറച്ചത് ആ പാത്രത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാം ആത്മീയമായ പ്രവർത്തനങ്ങൾ അവിടെ നടത്തി കൊണ്ടുവന്ന്. എന്നിട്ടോ എന്റെ നെഞ്ച് തുറന്നല്ലോ, ഈമാനും ഹിക്മത്തും വിശ്വാസവും അതുപോലെ തന്നെ യുക്തിയും എല്ലാ വിജ്ഞാനങ്ങളും നിറച്ചു വെച്ചിട്ടുള്ള സ്വർണത്താലുള്ള ഒരു തളിക കൊണ്ടുവന്നിട്ട് എന്നിട്ട് അതിന്റെ നെഞ്ചകത്തിലേക്ക് ഒഴിച്ചു. എന്നിട്ടത് പൂർവസ്ഥിതിയിലേക്ക് കൂട്ടി. ഒരുക്കാണ്, യാത്രക്കുള്ള ഒരുക്കാണ്. എവിടുക്കാ പോണ് നോക്കണം, അതിശീഘ്രമായ പോക്കാണ്. ഇവിടുന്ന് അങ്ങോട്ട് വാനലോകത്തേക്കാ പോകുന്നത്. ശാരീരികമായും മാനസികമായുള്ള കരുത്ത് നേടണം. ശക്തമായ നിലക്ക് ഇന്ന് ലോകത്ത് കേൾക്കുന്ന ഏതെല്ലാം തെറ്റും അതുപോലെ തന്നെ ഏതെല്ലാം രൂപത്തിലുള്ള സംവിധാനങ്ങളൊക്കെ അതിനേക്കാൾ അതിശീഘ്രമായ വേഗതയിൽ ഒരു മനുഷ്യൻ കുതിച്ചു പായണം. ഏറ്റവും അത്ഭുതകരമായ യാത്ര
ആ യാത്രക്കുള്ള മുന്നോടിയായി നടന്ന ഒരു സംഭവമാണ് ഈ പറയുന്നത്. എന്നിട്ട് എന്റെ കൈ അങ്ങ് പിടിച്ചു, പോകാം. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ പോവുകയാണ്. ബുറാഖ് എന്ന ഒരു പ്രത്യേക വാഹനം കൊണ്ടുവരപ്പെട്ടു. അതൊരു വാഹനം തന്നെയാണ്, ശാരീരികമായ യാത്രയാണെന്നതിന്റെ തെളിവാണത്. പലർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അത് ശാരീരികമൊന്നുമല്ല, അതൊരു സ്വപ്നമാണ്. ഒരു സ്വപ്നമാണ്. സ്വപ്നമാണെങ്കിൽ ഒരു സ്വപ്നത്തിൽ കണ്ട ഒരു കാര്യം നാട്ടുകാരോട് പറഞ്ഞ ആളുകൾ തലയിൽ കൈവച്ച് ആർത്ത് ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. മാത്രമല്ല, സ്വപ്നത്തിലല്ല ഏറിപ്പോകുന്നത്, തന്റെ അടിമയെ കൊണ്ട് രാത്രിയിൽ സഞ്ചരിപ്പിച്ചവൻ എന്നാണ് അല്ലാഹ് പറയുന്നത്. റൂഹോടെ, ജസദോടെ, ശാരീരികവും ശരീരവും ആത്മാവും ഒന്നിച്ചു ചേർന്നുകൊണ്ടുള്ള യാത്രയായിരുന്നു അത്. ആ നിലക്ക് രാപ്രയാണം ചെയ്തു. ആ പ്രയാണത്തിന് ഉണ്ടായ വാഹനമായിരുന്നു ബുറാഖ്. ആ വാഹനത്തെ സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, ദാബത്തുൻ ദൂനൽ ബഗ്ലി വഫൗഖൽ ഹിമാരി അബ്യദ്. വാഹനത്തിന്റെ നിറം നല്ല തൂവെള്ള നിറമാണ്. ബുറാഖിന്റെ കളർ തൂവെള്ള കളറാണ്. അതിന്റെ രൂപം ഏകദേശം എങ്ങനെയുണ്ട്? കോവർ കഴുതയേക്കാൾ ചെറുത്, സാധാ കഴുതയേക്കാൾ വലുത്. സാധാരണ ഒരു കഴുതയേക്കാൾ കുറച്ചുകൂടി വലുപ്പുണ്ട്. എന്നാ കോവർ കഴുത എന്ന അറബി നാട്ടിൽ അന്ന് ഉപയോഗിച്ചിരുന്ന വലിയ കഴുതുണ്ട്, അതിനേക്കാൾ കുറച്ച് താഴെ ഒരിടത്തരം വലുപ്പത്തിലുള്ള ഒരു മൃഗം, നല്ല വെള്ള നിറം. അതിന്മേലാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാ എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര പോയത്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തി. ബൈത്തുൽ മുഖദ്ദസിന്റെ പുറത്ത് ഈ ബുറാഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിഭദ്രമാക്കിയിട്ടു. പള്ളിക്കകത്ത് പ്രവേശിച്ചു. അവിടെ അല്ലാഹു അത്ഭുതകരമായ നിലക്ക് ഹാജരാക്കിയ ധാരാളക്കണക്കിന് പ്രവാചകന്മാർക്ക് ഇമാമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. കഴിഞ്ഞ മുമ്പൊരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ള പ്രവാചകന്മാർക്കൊന്നും കിട്ടാത്ത ഒരുപാട് ഫളിലുകൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ കിട്ടിയതിനെ പരാമർശിക്കവേ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒരൊറ്റ നബിയും മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർക്ക് ഇമാമായി കൊണ്ട് നിസ്കരിച്ച അനുഭവമില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി കൊണ്ട് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ യാത്ര പോവുകയാണ്. യാത്ര പോയി. ആ യാത്ര മിഅ്റാജ് കൊണ്ടുവരപ്പെട്ടു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. കയറി പോകാനുള്ള ഏണി. എന്താ അതിന്റെ രൂപം, ഭാവം, അല്ലാഹു അഅലം. എനിക്ക് മിഅ്റാജ് കൊണ്ടുവരപ്പെട്ടു. ഏറിപ്പോകാനുള്ള ധാരാളം പടികളുള്ള, ചവിട്ടുപടികളുള്ള ഒരു പ്രത്യേകമായ ഒരു സംവിധാനം. അല്ലാഹു അഅലം. എന്താണ് അതിന്റെ സംവിധാനം? അദൃശ്യമായ കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ അല്ലാഹ് എന്തു പറഞ്ഞോ, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞോ, അതിലപ്പുറം പറയാൻ നമ്മൾ ആളല്ല, നമുക്ക് പാടുള്ളതുമല്ല. എന്തോ ആവട്ടെ, അവിടുന്ന് നമുക്ക് പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുന്നു. ആകാശ ലോകത്തേക്ക് പോയി. യാത്രാവേളയിൽ ഓരോ ആകാശ കവാടങ്ങളിലും പല വ്യത്യസ്ത രൂപത്തിലുള്ള പ്രവാചകന്മാരെ അവിടെ വെച്ചും കണ്ടു. ആദം അലൈഹിസ്സലാമിനെ കൂട്ടത്തിൽ കണ്ടിട്ടുണ്ട്, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടിട്ടുണ്ട്, ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ കണ്ടിട്ടുണ്ട്, യഹ്യ നബി അലൈഹിസ്സലാമിനെ കണ്ടിട്ടുണ്ട്, ഈസാ നബി അലൈഹിസ്സലാമിനെ കണ്ടിട്ടുണ്ട്, മൂസ നബി അലൈഹിസ്സലാമിനെ കണ്ടിട്ടുണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രവാചകന്മാരായിട്ടൊക്കെ ഇങ്ങനെ വാനലോകത്ത് യാത്രക്കിടയിൽ കാണുകയാണ്, സംസാരിക്കുകയാണ്. അതിന്റെയും മുകളിലെത്തി മലക്കുകൾ അള്ളാഹുവിന്റെ വിധികൾ എഴുതുന്ന കരകരാ ശബ്ദം, ആ പേനകളുടെ ശബ്ദം ഞാൻ കേട്ടു എന്നാണ് ഹബീബ് പറയുന്നത്. അഖ്ലാമുൽ മലായിക സമിഅ സരീഫ അഖ്ലാമിൽ മലായിക. മലക്കുകളുടെ അത്ഭുതകരമായ എഴുത്താണികളുടെ പേനകളുടെ കരകര ശബ്ദം, അത് എഴുതുന്നതിന്റെ ശബ്ദം എനിക്ക് കേൾക്കാനായി എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുപോലെ ഒട്ടേറെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. 50 നേരത്തെ നിസ്കാരം ഈ ഉമ്മത്തിന് നിർബന്ധമാക്കിക്കൊണ്ടുള്ള നിയമം ഉണ്ടായത് ആ യാത്രയിലാണ്. 50 നേരത്തെ നിസ്കാരം ഈ ഉമ്മത്തിന് താങ്ങാനാവില്ല. ധാരാളക്കണക്കിന് തവണ അല്ലാഹുവിന്റെ അടുക്കലേക്ക് വീണ്ടും വീണ്ടും അപേക്ഷകൾ സമർപ്പിച്ച് 50 നേരത്തെ നിസ്കാരത്തിന്റെ പുണ്യം നിലനിർത്തിക്കൊണ്ട്
സമയത്തിൻ്റെതായ എണ്ണം ചുരുക്കിയിട്ട് 50ന്റെ പുണ്യം നൽകുകയും 5 നേരമാക്കി ചുരുക്കുകയും ചെയ്തുകൊണ്ട് മുസ്ലിം ലോകം മുസ്ലിമായി ജീവിക്കണമെങ്കിൽ അനിവാര്യമായ ഏറ്റവും പരമപ്രധാനമായ ഇബാദത്തായ 5 നേരത്തെ നിർബന്ധ നമസ്കാരം ഈ യാത്രയാണ് ഈ സമുദായത്തിന് അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകിയിട്ടുള്ളത്. അതുപോലെ ഒട്ടേറെ കാഴ്ചകൾ അവിടുന്ന് കാണുകയുണ്ടായി. സിദ്റത്തുൽ മുൻതഹ എന്ന ഒരു അത്ഭുത വൃക്ഷത്തെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഇൻദ സിദ്റത്തുൽ മുൻതഹ ഇൻദഹാ ജന്നത്തുൽ മഅ്വാ ഇത് യഗ്ശ സിദ്റത മാ യഗ്ശ എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. ആ അത്ഭുതകരമായ വൃക്ഷം, ആ വൃക്ഷത്തിൽ തൂങ്ങി നിൽക്കുന്ന അതിന്റെ കായകൾ, അതിന്റെ ഫലങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വലിയ മൺഭരണികളെ പോലെ. അടുത്ത് കണ്ടതെങ്ങനെ വിശദീകരിക്കുകയാണ്. അതിന്റെ ഇലകൾ ആദാനിൽ ഫീല ആനച്ചെവികളെ പോലെ. പ്രവാചകനോട് കണ്ടതെങ്ങനെ നേർക്കുനേരെ പറഞ്ഞു തരികയാണ്. ഏഴാകാശത്തിനും മീതെ ഇന്ന് ലോകത്ത് പരിശുദ്ധമായ കഅബാലയം നിൽക്കുന്നതിന്റെ നേരെ മുകളിലായി ആകാശത്തിന്റെയും മീതെ സ്ഥിതി ചെയ്യുന്ന അത്ഭുതകരമായ മറ്റൊരു വീടിനെ പറ്റിയും അവിടുന്ന് പരിചയപ്പെടുത്തി. അൽ ബൈത്തുൽ മഅമൂർ. ബൈത്തുൽ മഅമൂർ എന്ന വീട്. ആ വീട്ടിൽ ദിനേന സെക്കൻഡുകളെ കണക്കിന് അവിടേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മലക്കുകളുടെ സംഖ്യാധിക്യം സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ഒരു ഗ്രൂപ്പ് കടന്നു വരുമ്പോഴേക്ക് അത് തീരുമ്പോഴേക്ക് വേറൊന്ന് വരുന്നു. ധാരാളക്കണക്കിന് മലക്കുകൾ ആ വീട്ടിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു. പ്രവാചകൻ അവരുടെ സംഖ്യാധിക്യം വിശദീകരിക്കുകയുണ്ടായി. സ്വർഗീയ നദികളെ പറ്റി അവിടുന്ന് വിശദീകരിച്ചു. കൗസർ നദിയെ പറ്റി പ്രത്യേകം എടുത്ത് വിശദീകരിച്ചു. ആ അവസരത്തിൽ സഹാബത്ത് പിന്നീട് വന്നപ്പോ ചോദിച്ചു, അല്ലാഹുവിനെ കണ്ടോ? അല്ലാഹുവിനെ നേർക്കുനേരെ കണ്ടോ? കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ. ദൃഷ്ടികൾക്ക് കാണാനാവില്ല, അവനാണെങ്കിൽ എല്ലാ ദൃഷ്ടികളെയും കാണുന്നു. അല്ലാഹുവിനെ നാളെ പരലോകത്ത് വെച്ചാണ് മുഅ്മിനുകൾ നേർക്കുനേരെ കാണുക. സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് പോയപ്പോൾ കണ്ടോ കണ്ടില്ലേ നേർക്കുനേരെ എന്ന അഭിപ്രായ വ്യത്യാസം മുസ്ലിം ലോകത്തുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ ചോദിച്ചത് തിരിച്ചൊരു ചോദ്യമാണ്. നബി തിരുമേനി തിരിച്ചൊരു ചോദ്യമാണ് അത് ചോദിച്ചയാളോട് ചോദിച്ചത്. നൂറുൻ അന്നാ അറാഹ്, നൂറുൻ അന്നാ അറാഹ്. പ്രകാശം, ആ പ്രകാശത്തെ ഞാൻ എങ്ങനെ കാണാനാ? ഞാൻ എങ്ങനെ നോക്കാനാ? എനിക്ക് എങ്ങനെ കാണാനാ? അവ കണ്ടില്ല എന്നർത്ഥം. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹിനോടൊന്ന് പറഞ്ഞില്ലേ, അല്ലാഹ് എനിക്ക് നിന്നെ ഒന്ന് കാണണം, എനിക്ക് നിന്നെ ഒന്ന് കാണണം. മൂസാ നബി അലൈഹിസ്സലാം ആവശ്യപ്പെട്ടല്ലോ. അള്ളാഹ് എന്താ പറഞ്ഞത്? ലൻ തറാനി, മൂസാ എന്നെ കാണാൻ കഴിയില്ല, നിനക്ക് എന്നെ കാണാൻ കഴിയില്ല. മൂസാ നബി അലൈഹിസ്സലാം പിന്നെ ആവശ്യപ്പെട്ടു പറഞ്ഞു, എങ്കിൽ വലാകിൻ ഉൻദുർ ഇലൽ ജബൽ ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്കം വഖറ മൂസാ സൈഖാ. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറഞ്ഞു, മൂസാ കാണാൻ കഴിയൂല. പിന്നെയും മൂസാ അലൈഹിസ്സലാം ആഗ്രഹം പ്രകടിച്ചപ്പോൾ പറഞ്ഞു, നാ പർവ്വതത്തിലേക്ക് നോയിക്കോ, ആ പർവ്വതം അവിടെ ഉണ്ടോ, എനിക്ക് എന്നെ കാണാം. മൂസാ നബി അലൈഹിസ്സലാമിനോട് അത് പറയലും അള്ളാഹുവിന്റെ പ്രത്യേകമായ വെളിപാട് ആ പർവ്വത മുകളിൽ ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബൽ, പർവ്വതത്തിലേക്ക് ഒരു വെളിപാടുണ്ടായപ്പോഴേക്ക് തന്നെ ജഅലഹു ദക്ക, ആ മലയങ്ങ് ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമായി പോയി. ഈ രംഗം കാണേണ്ട താമസം. വഖറ മൂസാ സൈഖാ, മൂസാ നബി അലൈഹിസ്സലാം അബോധാവസ്ഥയിൽ തന്നെ വീണുപോയി. താങ്ങാനാവൂല. ഭൗതിക ലോകത്തുള്ള ഒരു കണ്ണുകൾക്കും റബ്ബിനെ താങ്ങാനാവൂല. ഇനി ഒരു നാളെ മഹ്ശറിൽ വെച്ച് മാത്രം മുഅ്മിനീങ്ങൾക്ക് മാത്രം അല്ലാഹുവിനെ കാണാൻ കഴിയും. അല്ലാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു പറഞ്ഞല്ലോ, വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. ചില മുഖങ്ങൾ അന്ന് വെട്ടിത്തിളങ്ങും, ശോഭയോടെ തിളങ്ങും, നല്ല പ്രസന്ന മുഖങ്ങളായിരിക്കും, നല്ല നദറത്തുണ്ടാകും ആ മുഖത്ത്. എന്താ കാരണം? ഇലാ റബ്ബിഹാ നാദിറ, അല്ലാഹുവിങ്കിലേക്കുന്ന നദറത്തുണ്ടായതുകൊണ്ടാണ്, അല്ലാഹുവിനെ കണ്ടതുകൊണ്ടാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹാബത്ത് അത്ഭുതത്തോടെ ചോദിച്ചു, പ്രവാചകരെ അവനെ കാണാൻ കഴിയോ? നിങ്ങൾക്ക് എന്താ സംശയം? നിങ്ങൾക്ക് എന്താ സംശയം? അവിടുന്ന് ചോദിച്ചു പരിപൂർണമായ നിലാവ് പൊഴിക്കുന്ന ഒരു രാത്രിയിൽ
വാനലോകത്ത് തിളങ്ങി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന, പൂനിലാവ് പൊഴിച്ചുകൊണ്ടിരിക്കുന്ന പൂർണ്ണമായ ബദറിനെ, പൂർണ്ണചന്ദ്രനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ തുലാമൂന ഫീ റുഅയതിഹി, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വല്ല മറയും വല്ല അവ്യക്തതയുണ്ടോ? സഹാബത്ത് പറഞ്ഞു, ഇല്ലല്ലോ, വളരെ വ്യക്തമായ ചന്ദ്രൻ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഇന്നകും സതറൗന റബ്ബകും, നിശ്ചയം നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. നിങ്ങൾ ഈ പൂർണ്ണ ചന്ദ്രനെ കാണുന്നത് പോലെ കാണും. അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ ഒരു അനുഗ്രഹം കിട്ടുന്നവരാണ് മുഅ്മിനുകൾ. മുനാഫിഖിനും കാഫിറിനും ആ അനുഗ്രഹമില്ല. ഇന്നഹും മിർ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ, അവർ അവരുടെ റബ്ബിൽ നിന്നും മറയിടപ്പെടുന്നവര് തന്നെയാണ്. അവർക്കും റബ്ബിനുമിടയിൽ മറയിടപ്പെടുക തന്നെ ചെയ്യും, കാണാനാവില്ല. സത്യവിശ്വാസികൾക്ക് അല്ലാഹു കൊടുക്കുന്ന സ്വർഗീയ സുഖങ്ങളെ പറ്റി ഖുർആൻ പറഞ്ഞെടുത്ത്, ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ, നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്കുണ്ട് സ്വർഗമുണ്ട്. ലില്ലദീന അഹ്സനു, നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കുണ്ട് അൽ ഹുസ്ന, സ്വർഗമുണ്ട്. വസിയാദത്തുൻ, വർധനവുമുണ്ട്. സ്വർഗത്തെക്കാൾ പറഞ്ഞു എന്താ ഒരു വർധന? അത് വിശദീകരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് അത് വിശദീകരിച്ചു പ്രവാചകന്റെ നിന്ന് കിട്ടിയ ഇൽമു പ്രകാരം. എന്താ പറഞ്ഞത്? ആ വർധനവ് എന്ന് പറഞ്ഞാൽ അന്നദറു ഇലാ വജ്ഹില്ലാഹ്, അല്ലാഹനെ കാണുക എന്നുള്ളതാണ്. അല്ലാഹനെ കാണുക എന്നുള്ളത്. സത്യവിശ്വാസികൾക്ക് സ്വർഗത്തിലെ എല്ലാ സുഖവും സൗകര്യവും ഒക്കെ കൊടുത്തിട്ട് അല്ലാഹു ചോദിക്കും, നമുക്ക് മതിയായില്ലേ, ഇനി വല്ലതും വേണോ? അപ്പൊ അവസാനം മോമിനീങ്ങളൊക്കെ കൂടി പറയും, പഠിച്ചോനെ മതിയായിട്ടില്ല, ഇനി എന്താ വേണ്ടേ? ഞങ്ങളൊക്കെ നിന്നൊന്ന് കാണണം. ആ കാഴ്ച ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. വെള്ളിയാഴ്ച തോറും നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിന്റെ സമാപന ആയത്ത്. ആരെങ്കിലും തന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയഅമൽ അമലൻ സാലിഹാ, നല്ല നല്ല കർമ്മങ്ങൾ അവൻ അനുഷ്ഠിക്കട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, തന്റെ റബ്ബിന് നൽകുന്ന ആരാധനകളിൽ മറ്റൊരാളെയും ഒരൽപ്പം പോലും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ. ശിർക്കില്ലാതെ ബിദ്അത്തില്ലാതെ ജീവിച്ചാൽ അല്ലാഹുവിനെ കാണാം എന്നാണ് അല്ലാഹു പറയുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ദുനിയാവിൽ വെച്ച് അല്ലാഹനെ കണ്ടുപോയില്ലേ? പ്രവാചക തിരുമേനിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ കണ്ടുവോ? പ്രവാചകൻ തിരിച്ചൊരു ചോദ്യമാണ്, നൂറുൻ അന്നാ അറാ, ഒരു പ്രകാശം, ആ പ്രകാശത്തെ ഞാൻ എങ്ങനെ നോക്കാനാണ്, എനിക്കെങ്ങനെ കാണാനാണ്? അപ്പോ ആ യാത്ര, അത്ഭുതകരമായ യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ടായ ഒട്ടേറെ അനുഭവങ്ങൾ. ജിബ്രീലിനെ 2 തവണയാണ് അവിടുന്ന് 600 ചിറകുകളോടെ സ്വരൂപത്തിൽ കണ്ടത്. അതിലൊരു തവണ അവിടെ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിനെ സാക്ഷാൽ സ്വരൂപത്തിൽ 600 ചിറകുകളോടുകൂടെ ഞാൻ കാണുകയുണ്ടായി എന്ന് വിവരിച്ചിട്ടുണ്ട്. ചില ശിക്ഷകൾ നേർക്കുനേരെ അവിടത്തേക്ക് കാണിച്ചു കൊടുക്കപ്പെട്ടിട്ടുണ്ട്. ചെമ്പ് കൊണ്ട് തീർത്തിട്ടുള്ള കൂർത്തുമൂർത്ത നഖങ്ങൾ, ഇരുവിരലുകളിലും കൂർത്തുമൂർത്ത ചെമ്പിനാലുള്ള നഖങ്ങളുള്ള കുറെ മനുഷ്യന്മാര്. ആ മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നതായി പ്രവാചകൻ കാണുന്നു? അവരുടെ മുഖങ്ങളും മാറുകളും അവർ ഈ കൂർത്തുമൂർത്ത ചെമ്പ് നഖങ്ങൾ കൊണ്ട് മാന്തി പിളർത്തിക്കൊണ്ടിരിക്കുകയാണ്, സ്വയം മാന്തി കീറുകയാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഏതു പാപത്തിനുള്ള ശിക്ഷയാണ് ഈ അനുഭവിക്കുന്നത്? ഇതെന്തിനുള്ള ശിക്ഷയാണ്? അപ്പോൾ പറയപ്പെട്ടു, അവരാരാണ്? ആളുകളുടെ അഭിമാനത്തിൽ കൈയിട്ട് വാരിയവരാണ്, ഗീബത്ത് പറഞ്ഞവരാണ്, പരദൂഷണം തൊഴിലാക്കിയവരാണ്. അവരുടെ തന്നെ ആ മാന്യമായി മുഖം, അവരുടെ മാറുമൊക്കെ സ്വന്തം കൈകളിലുള്ള കൂർത്തുമൂർത്ത നഖങ്ങൾ കൊണ്ട് ചെമ്പിനാലുള്ള നഖങ്ങൾ നൽകപ്പെട്ടിരിക്കുകയാണ്. അവരത് മാന്തി പിളർത്തുകൊണ്ടേയിരിക്കുന്നു. പരദൂഷണത്തിന്റെ ഗൗരവം കൂടി ആ മഹനീയമായ അത്ഭുത യാത്രയിലൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ മുമ്പിൽ അതിന്റെ ഗൗരവം പഠിപ്പിച്ചു. യാത്രയൊക്കെ കഴിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ തിരിച്ചെത്തി. പ്രഭാതമാകുന്നതിന്റെ മുമ്പേ
യാത്ര തിരിച്ചെത്തി. നേരം വെളുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറിൽ അഥവാ പരിശുദ്ധ കഅബയുടെ സമീപത്തിരുന്നു കൊണ്ട് തന്റെ യാത്രാ വിവരണം നടത്തുകയുണ്ടായി. ആ യാത്രാ വിവരണം നടത്തുമ്പോ മുഅ്മിനുകളൊക്കെയും വിശ്വസിച്ചു, മുശ്രിക്കുകൾ കളവാക്കി. അവർക്ക് ആകെപ്പോ എവിടെ പോയി എന്ന് പറഞ്ഞാലും പോയോ ഇല്ലെന്ന് തെളിയിക്കാപ്പോ സ്വർഗത്തെ അവർ കണ്ടിട്ടില്ല, നരകം കണ്ടിട്ടില്ല, ബൈത്തുൽ മഅമൂർ കണ്ടിട്ടില്ല, സിദ്റത്തുൽ മുൻതഹ കണ്ടിട്ടില്ല. അവർക്ക് ആകെ പരിശോധന നടത്താൻ, ആകെ മുശ്രിക്കുകൾക്ക് ചോദിക്കാൻ ഏതേ ഉള്ളൂ. ഷാമിലേക്കുള്ള അവരുടെ യാത്രാമധ്യേ ഇടക്ക് അവരിൽ പലരും കണ്ട ഒരു വീടുണ്ട്, ബൈത്തുൽ മുഖദ്ദസ്. അതേപ്പോ ചോദിക്കാൻ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി അവരിങ്ങനെ ഓരോ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രംഗം പറയാണ്. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും നമുക്കത് വായിക്കാം. ലഖദ് റഅയ്തുനി ഫിൽ ഹിജ്രി, ഞാൻ എന്റെ യാത്രക്ക് ശേഷം ഹിജ്റിൽ ഞാൻ ഇരുന്നു, അഥവാ കഅബയുടെ സമീപത്തുള്ള ഇപ്പുറത്തുള്ള ആ ഭാഗത്ത് ഞാൻ ഇരുന്നു. വഖുറൈശ് തസ്അലുനി അൻ മസ്റായ, എന്റെ യാത്രയെ സംബന്ധിച്ച് ഖുറൈശികൾ ചോദ്യം ചെയ്യുന്നു. ഫസഅലതിനി അൻ അശിയാഅ മിൻ ബൈത്തുൽ മുഖദ്ദസി, ബൈത്തുൽ മുഖദ്ദസിനെ പറ്റി അവരിങ്ങനെ ചുഴിഞ്ഞു ചോദിക്കാൻ തുടങ്ങി. ലം മുസ്ബിത്ഹാ, എനിക്കാണെങ്കിൽ അതത്ര കൃത്യമായി ഓർമ്മയുമില്ല. ഇവിടുന്ന് ഒരിക്കലല്ലേ പോയിട്ടുള്ളൂ, നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ അറിയില്ല, നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ എന്റെ മനസ്സിൽ വല്ലാത്ത ദുഃഖം തോന്നി. ഞാൻ എങ്ങനെ ഇവരോടിത് പറയും, ഞാൻ എങ്ങനെ ഇവരോടിത് വർണ്ണിച്ചു കൊടുക്കും? ആ നേരത്തതാ മറ്റൊരു അത്ഭുതം സംഭവിക്കുന്നു. അതൊരു മുഅ്ജിസത്ത്. വേറെ ഒരു മുഅ്ജിസത്തിനെ സ്ഥിരപ്പെടുത്താൻ മറ്റൊരു മുഅ്ജിസത്ത്, ഒരു മുഅ്ജിസത്തിനെ വിവരിച്ചു കൊടുക്കാൻ മറ്റൊരു മുഅ്ജിസത്ത്. അതെന്താ? ആ ഇരുന്ന ഇരിപ്പിലതാ ഫറഫഅഹുല്ലാഹു ലീ, ബൈത്തുൽ മുഖദ്ദസിനെ എനിക്ക് മുമ്പിൽ അല്ലാഹ് ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നു. അൻളുറു ഇലൈഹി, ഞാൻ അതിലേക്ക് ഇങ്ങനെ നോക്കുന്നു. മാ യസ്അലൂനി അൻ ശൈഇൻ, അവരെന്നോട് അതിനെക്കുറിച്ച് എന്തൊന്ന് ചോദിച്ചാലും ഇല്ലാ നബ്ബഅതുഹും ബിഹി, ഞാൻ അതിങ്ങനെ നോക്കി അവർക്ക് മറുപടി കൊടുക്കുന്നു. റവാഹുൽ ബുഖാരി വ മുസ്ലിം റഹിമഹുമുല്ലാഹ്. സഹീഹുൽ ബുഖാരിയിൽ മുസ്ലിം നമുക്കത് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഓരോ ചോദ്യത്തിനും മറുപടി പറഞ്ഞു. നിഷേധിക്കാനൊന്നും കഴിയുന്നില്ല, അല്ലാന്ന് പറയാൻ കഴിയുന്നില്ല. കണ്ടവരുണ്ട് അവരുടെ കൂട്ടത്തിൽ, യാത്രാമധ്യേ കണ്ടവരുണ്ട്, അതുകൊണ്ട് നിഷേധിക്കാനാകുന്നില്ല. പക്ഷേ അവരുടെ കൂട്ടത്തിൽ പലരും ഇതൊക്കെ കേട്ടപ്പോ കൈകൊട്ടി ആർത്ത് ചിരിച്ചവരുണ്ട്, തലയിൽ കൈവച്ച് ആശ്ചര്യം പ്രകടിപ്പിച്ചവരുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞവർക്കും ബൈത്തുൽ മുഖദ്ദസിന്റെ ചോദ്യത്തിന്റെ വർണ്ണനയ്ക്ക് മുമ്പിൽ അവരും പതറി, മൗനികളായി. ആരും വിശ്വസിച്ചില്ല പലരും. ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ചില ആളുകൾ ഇസ്ലാമെന്ന് പുറത്തു പോകാൻ വരെ, മുസ്ലിമീങ്ങളിൽ ചിലർ ഇസ്ലാമെന്ന് പുറത്തു പോകാൻ വരെ ഈ യാത്ര കാരണമായി എന്ന് കേൾക്കുമ്പോ ഹിദായത്ത് കിട്ടിയോനും തെറ്റിപ്പോകാൻ കാരണമായി. എന്താ കാരണം? ബുദ്ധി ഉപയോഗിച്ചു അവൻ. ഇതൊന്നും അംഗീകരിച്ചിട്ട് എനിക്ക് മുസ്ലിമായി തുടരാൻ പറ്റൂല, ഇങ്ങനെ യാത്ര അത്ഭുത യാത്ര ഇതൊന്നും പറ്റൂല, ഇതൊന്നും എന്റെ ബുദ്ധിക്ക് യോജിക്കൂല. അന്നുണ്ട് ഈ അഖലാനികൾ. അഖലാനി എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധിക്ക് പ്രമാണങ്ങളെക്കാൾ മുൻതൂക്കം കൊടുക്കുന്നവൻ ആണ് അഖലാനി. അതൊരു പ്രസ്ഥാന. അഖലിന് വലിയ സ്ഥാനം. ബുദ്ധിക്ക് യോജിക്കുന്നതല്ലാത്തൊരു ഖുർആൻ പറഞ്ഞാലും ഹദീസ് പറഞ്ഞാലും ഞാൻ സ്വീകരിക്കൂല, തള്ളും. അവരാണ് അഖലാനികൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ വിഭാഗം അന്നും ചില ആളുകൾക്ക് ഇത് അംഗീകരിക്കാൻ കഴിയാതെ മുസ്ലിമീങ്ങളായി നടന്നിരുന്ന ചില ആളുകൾ വരെ ഇസ്ലാം എന്ന് പുറത്താണ് പോയി. ഞാൻ ഈ ഇസ്ലാമിലുള്ള മുർത്തദ്ദായി പോയി, നഊദു ബില്ലാഹ്, മുർത്തദ്ദായി പോയി. അങ്ങനെ മുശ്രിക്കുകൾക്ക് വലിയ സന്തോഷം. ആ മുഹമ്മദിന്റെ കൂടെയുള്ള അനുയായികളൊക്കെ ഇപ്പൊ ഇതുകൊണ്ട് കൂടൊഴിയുന്നുണ്ട്, ചിലരെങ്കിലും പോകുന്നുണ്ട്. ഇത് തന്നെ തക്കം എന്ന് മനസ്സിലാക്കിയിട്ട് ഓടിച്ചെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ ഒരുങ്ങി മുശ്രിക്കുകൾ. ഈ സംഭവം വിവരിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്ഥലത്തില്ലായിരുന്നു. ഓടിച്ചെന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, നീ അറിഞ്ഞോ, എന്റെ കൂട്ടുകാരന് പിച്ചും പേയും കൂടിയിട്ടുണ്ട്, ആകെ പഴച്ചു പോയിരിക്കുന്നു. ഇനിയും നിങ്ങൾ മൂപ്പര അനുയായിയായിട്ട് തുടരുന്നതിൽ എന്താ ഉള്ളത്? ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചുകൂടെ എന്ന് പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഓടിച്ചെന്നിട്ട് വലിയ ആവേശത്തോടെ ഈ രംഗം ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നു എന്നാ മുഹമ്മദ് ഇപ്പൊ പറയുന്നത്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഒരു കുലുക്കം ഉണ്ടായില്ല. ഒരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. ഒരൊറ്റ ചോദ്യം മഹാനവറുകൾ ചോദിച്ചുള്ളൂ. എന്റെ നേതാവ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞോ? അങ്ങനെ ഉണ്ടായിന്ന് മുഹമ്മദ് നബി പറഞ്ഞോ? ഒരു പറഞ്ഞു.
ആ ചോദ്യം കേട്ടപ്പോ അവര് വിചാരിച്ചു ഒന്നും കൂടി ആവേശമായി. പറഞ്ഞു എന്ന് പറഞ്ഞാൽ അബൂബക്കർ ഒന്നും കൂടി പതറും, ഇപ്പൊ രാജിവെക്കും ഇസ്ലാം എന്ന് വിചാരിച്ചിട്ടാ ആവേശത്തോടെ പറഞ്ഞു. ഉറപ്പാ. ഉടനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുന്നു, ലഇൻ ഖാല ദാലിക ലഖദ് സദഖ. അവിടുന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് 100% സത്യമാണ് പറഞ്ഞത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നാ ഞാൻ വിശ്വസിക്കും? ഉടനെ അവര് തിരിച്ചു ചോദിക്കുന്നു, ഒരൊറ്റ രാത്രി കൊണ്ട് ഇങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൽ പോയി മറ്റുള്ള യാത്രകളുമൊക്കെ കഴിഞ്ഞ് പ്രഭാതമാകുന്നതിന്റെ മുമ്പ് മടങ്ങിയെത്തി എന്നത് നിനക്ക് വിശ്വസിക്കാനാകുന്നുണ്ടോ? പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. എന്താ എനിക്ക് വിശ്വസിക്കുന്നതിന് തടസ്സം? ഇതിനേക്കാൾ വളരെ വിദൂരമായ കാര്യങ്ങൾ അംഗീകരിച്ചിട്ടാ ഞാൻ മുസ്ലിമായി നടക്കുന്നത്. ഇതിനേക്കാൾ വലിയ കാര്യം അംഗീകരിച്ചിട്ടാ ഞാൻ നടക്കുന്നത്. രാവിലെയും വൈകുന്നേരവും ഒക്കെ മാനലോകത്ത് നിന്നുള്ള വാർത്തകൾ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നയാളാ ഞാന്. അങ്ങനത്തെ എനിക്കുണ്ടോ? അപ്പൊ ഇതിങ്ങനെ ഒന്ന് പോയി ഒന്നും എനിക്ക് അത്ഭുതം. സെക്കൻഡ് കണക്കിന് ഇങ്ങനെ ഓരോ നിർദ്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു, വഹി കിട്ടുന്നുണ്ട് എന്ന് വിശ്വസിച്ചിട്ടാ അബൂബക്കർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നത്. അങ്ങനത്തെ എനിക്കുണ്ടോ? ഇത് വിശ്വസിക്കാൻ പ്രയാസം എന്റെ നേതാവിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു. ചരിത്രത്തിൽ കാണാം, ഫലിദാലിക സുമ്മിയ അബൂബക്കർ ബിസ്സിദ്ദീഖ്. അവിടെ മുതൽ അതുവരെ അബൂബക്കർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന നേതാവ് സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ്, എല്ലാം സത്യപ്പെടുത്തുന്നയാള് എന്ന നിലക്കുള്ള പ്രത്യേകമായ സ്ഥാനപ്പേരിൽ അവിടുന്ന് അറിയപ്പെട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഈ അനുഭവം ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾക്ക് അത് ഉൾക്കൊള്ളാനായില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇതിൽ നിന്നൊരു അടിസ്ഥാന നിയമം മനസ്സിലാക്കണം. ഏതൊരു കാര്യത്തെ പറ്റി കേട്ടാലും അതിന്റെ ബുദ്ധിക്ക് യോജിക്കുമോ ഇല്ലേ എന്നതല്ല പരിശോധിക്കപ്പെടേണ്ടത്, പ്രമാണത്തിൽ വന്നതാണോ അല്ലേ. പ്രമാണത്തിൽ ഉണ്ടെന്ന് തെളിഞ്ഞാൽ പിന്നെ അതിനെ എതിർക്കാനോ പരിഹസിക്കാനോ പുച്ഛിക്കാനോ നിഷേധിക്കാനോ വകുപ്പില്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. ഒരു സത്യവിശ്വാസിയായ പുരുഷനോ ഒരു സത്യവിശ്വാസിനിയായ പെണ്ണിനോ പാടില്ല തന്നെ അള്ളയും അവന്റെ ദൂതനും ഒരു കാര്യം തീരുമാനിച്ച് വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൽ പിന്നെ ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാൻ അതിനെപ്പറ്റി ഒന്ന് തെരഞ്ഞെടുക്കാൻ വേണ്ടി പരിശോധന നടത്തട്ടെ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമോ അവകാശമോ ഒരു സത്യവിശ്വാസിക്കോ വിശ്വാസിനിക്കോ ഇല്ല തന്നെ. പ്രമാണങ്ങളിലുണ്ടോ മുഴുവൻ അംഗീകരിച്ചോളണം, പ്രമാണത്തിലുണ്ടോ മുഴുവൻ സ്വീകരിച്ചോളണം, ചോദ്യം ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും ഒന്നിനെ നിഷേധിച്ചാലോ കാഫിറായി പോകും. ഇസ്രാ ഇല്ല, മിറാജ് ഇല്ല എന്നൊക്കെ പറയുന്ന കക്ഷികളുണ്ട്. അത് കേവലം ഒരു സ്വപ്നാടനമായിരുന്നു എന്ന് പറയുന്ന കക്ഷികളുണ്ട്. അതൊക്കെ ഖുർആനിനെ നിഷേധിക്കലാണ്. മിറാജിനെ പറ്റി സൂറത്തുൻ നജ്മിൽ അള്ളാഹു പരാമർശിച്ചിട്ടുണ്ട്. അവിടുന്ന് കണ്ട കാഴ്ചകളെ പറ്റി പറഞ്ഞിടത്തൊക്കെ മിഅ്റാജിനെ പറ്റിയുള്ള പരാമർശം സൂറത്തുൻ നജ്മിന്റെ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട് കഴിഞ്ഞൊരു കാര്യമാണ് ഇസ്രാഉം മിഅ്റാജും. ഹദീസുകളിലും സ്ഥിരപ്പെട്ട് കഴിഞ്ഞൊരു കാര്യമാണ്. അതെന്റെ ബുദ്ധിക്ക് യോജിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് തട്ടാനും തള്ളിമാറ്റുവാനും ഒരാൾക്ക് പ്രവൃത്തിയില്ല. സാന്ദർഭികമായി പറയട്ടെ സഹോദരങ്ങളെ, മുഹമ്മദ് അമാനി മൗലവിയുടെ പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ നമ്മുടെ വീടുകളിലുള്ള ആ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ സൂറത്തുൽ ഇസ്രാഇന്റെ ഈ ഒന്നാമത്തെ ആയത്തിന് അദ്ദേഹം നൽകിയ വിശദമായ പേജുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു വിവരണമുണ്ട്. നിങ്ങളത് വായിക്കണം. ഈ യാത്ര കേവലം സ്വപ്നാടനമായിരുന്നു എന്ന് പറയുന്ന യുക്തിവാദികളെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അദ്ദേഹം പേജുകളോളമുള്ള വരികളിലൂടെ ഖണ്ഡിച്ച് എഴുതിയിട്ടുണ്ട്. ശാരീരികമായിരുന്നു എന്ന് സമർത്ഥിക്കാൻ വേണ്ടി പ്രമാണങ്ങൾ എടുത്തുകൊണ്ട് ആ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ആ മഹാപണ്ഡിതൻ തെളിവുകൾ നിരത്തിയിട്ടുണ്ട്. നമ്മളത് വായിക്കണം, പഠിക്കണം. ഇതിനെയൊക്കെ നിഷേധിക്കുന്ന ശുദ്ധ മതയുക്തിവാദികളുടെ മുമ്പിൽ പ്രമാണങ്ങൾ കൊണ്ട് സംസാരിക്കുവാനുള്ള ഇൽമ് നാം നേടിയെടുക്കണം. എന്തിനു വേണ്ടി?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഅ്ജിസത്തുകളെ കൊച്ചാക്കുന്നവർക്കെതിരെ പ്രമാണങ്ങൾ കൊണ്ട് പ്രതികരിക്കുവാൻ, നമുക്ക് പ്രതിഫലം കിട്ടുവാൻ, സ്വർഗം നേടുവാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ അത്ഭുതകരമായ ഈ യാത്രയും ഈ ത്വായിഫിലെ യാത്രയ്ക്ക് ശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയും തുടർന്നുകൊണ്ട് നബി തിരുമേനിയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കുവാനുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവിടുത്തെ ചര്യകളെയും ചരിത്രങ്ങളെയും വിശദമായി പഠിക്കുകയും നമ്മുടെ ജീവിതത്തെ അവിടുത്തെ ഇസ്ലാമികമായ ആ മാർഗദർശനത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് അവിടുത്തോട് മഹബ്ബത്ത് പ്രകടിപ്പിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി പരമാവധി നാം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അല്ലാഹു റബ്ബുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിച്ചുകൊണ്ട് സ്നേഹത്തിന് പാത്രീഭൂതരായി തീരുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിലും അല്ലാഹുവിന്റെ രക്ഷയും സഹായവും തുണയും നമുക്കുണ്ടായി തീരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് വിട്ടുപറയുന്ന നിമിഷം ഏറ്റവും സന്തോഷമുള്ള സമയമായി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا وسائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين آمنوا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. السلام عليكم ورحمة الله وبركاته.